നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഏകദേശം ഇപ്പോൾ 8,000 രൂപയോളമാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയുള്ളത്. അതിൽ തന്നെ പല ആളുകൾക്കും കഴിഞ്ഞ 3-4 മാസമായി ലഭിക്കുന്ന പെൻഷനിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിൽ 2 മാസത്തെ പെൻഷൻ ഇപ്പോൾ ലഭിക്കുകയുണ്ടായി. പല സോഷ്യൽ മീഡിയകളിലും 3,200 ഉടൻ ലഭിക്കുമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും സർക്കാർ ഔദ്യോഗികമായി ഇതുവരെ ഒരു അറിയിപ്പും അത് നൽകിയിട്ടില്ല. എന്നിരുന്നാലും വരും മാസങ്ങളിൽ അടുത്ത മാസം പകുതിയോടുകൂടി 2 മാസത്തെ പെൻഷൻ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതിനുള്ള ഫണ്ടും മറ്റു കാര്യങ്ങളും സർക്കാർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൽ ലഭിക്കുന്ന ഫണ്ടും മറ്റു കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞാൽ ഇലക്ഷൻ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഒരു മാസത്തെ ഗഡുമോ അല്ലെങ്കിൽ 2 മാസത്തെ ഗഡുമോ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പല ആളുകളും ഇപ്പോഴും പെൻഷന് പുറത്താണ്, പല കാരണങ്ങൾ കൊണ്ട് പുറത്താണ്. അങ്ങനെയുള്ള ആളുകളെല്ലാം പെൻഷൻ ഡീറ്റെയിൽ എല്ലാം ക്ലിയർ ആക്കി വെക്കുക. ഞാൻ പല വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ട് ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്ത പല ആളുകളുമുണ്ട്. അതിന് കാരണം കണ്ടെത്തി എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ തള്ളിയതെന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ലഭിക്കുന്ന പെൻഷനിൽ പല ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന പല ആളുകളും പുനർവിവാഹിതയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചെറിയ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കും വലിയ വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞ് എൻട്രി ചെയ്യുന്ന സമയത്ത് വന്ന് PO മൂലം പെൻഷൻ ലഭിക്കുന്നില്ല. അങ്ങനത്തെ ആളുകൾ വീടിൻ്റെ അളവ് പഞ്ചായത്തിൽ നിന്നും എടുത്ത് അത് പെൻഷൻ വിഭാഗത്തിൽ സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക. പല ആളുകളുടെയും പെൻഷൻ അങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനമുള്ള ആളുകൾ, പഴയ രേഖ വാഹനമുള്ള ആളുകളെല്ലാം ഉണ്ട്. അവർ വാഹനം വിൽക്കുകയോ അല്ലെങ്കിൽ പൊളിച്ചു വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം പഞ്ചായത്തിനെ അറിയിച്ചാൽ അവർക്ക് പെൻഷൻ വീണ്ടും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്തിന് മൊത്തമായിട്ട് 1 ഏക്കർ സ്ഥലം ഭൂമിയിൽ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ തടഞ്ഞു വെക്കുന്നുണ്ട്. അത് കാർഷിക ആവശ്യത്തിലുള്ള ഭൂമിയാണെങ്കിൽ അവർക്ക് ഇളവ് ലഭിക്കുന്നുണ്ട്. അത് കൃഷിഭവനിൽ നിന്നും അതിൻ്റെ രേഖകൾ വാങ്ങി പഞ്ചായത്തിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ പ്രസ്താവിച്ച് നൽകുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെൻഷൻ മസ്റ്ററിംഗ് ആണ്. മസ്റ്ററിംഗ് പൂർത്തിയാകാത്ത പല ആളുകളും ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ വളരെ ശ്രമിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.